ഇതിലിപ്പോ 250 crores ആണോ 100 crores ആണോ എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു മലയാള സിനിമയിൽ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ എമ്പുരാന് സാധിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രി അതെ. ഫാൻ ഷോ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നതാണ്. കാരണം അതൊരു തികച്ചും ആ സ്റ്റാറിൻ്റെയോ ആ ഒരു ആക്ടറിൻ്റെയോ ഒരു ആരാധകരായിരിക്കും. അപ്പോൾ ആ ഷോ കാണുമ്പോൾ ഉള്ള ഒരു വൈബ് ഞങ്ങൾക്ക് വേറെ ഒരു ഷോയിനും കിട്ടില്ല. കാരണം അവർ എല്ലാ സീനിലും ചീറിയും. ആസിഫ് അലിയുടെ കഴിഞ്ഞ 2-3 സിനിമകൾ എടുത്ത് നോക്കിയാലും അതെല്ലാം സ്റ്റാർട്ടിങ് സ്ലോ ആയിരുന്നു. ഫോർ ദാറ്റ് മാറ്റർ കിഷ്കിന്ദ കാണണം, തുടരും, അല്ലെങ്കിൽ രേഖാചിത്രം. പിന്നെ ബിഗിനിങ് സ്ലോ ആയിരുന്നു. കാരണം ആൾക്കാർ ലിറ്റിൽ അപ്രിയൻസീവ്. ഈ ഒരു 200 പടമൊന്നും ഒരു ചിത്രങ്ങളൊന്നും ആക്ച്വലി കേരളത്തിന് ആവശ്യമില്ല. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ ഒരു സൈസിലുള്ള ഒരു മുറിക്കകത്തിരുന്നാണ് മിക്സിങ്ങും എല്ലാം അവർ കാണുന്നത്. എല്ലാം നടക്കുന്നത് ഒരു ചെറിയ മുറിക്കകത്താണ്. അവിടെ കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റിയും ആ ലൈറ്റും നിങ്ങൾക്ക് ആ വലിയ സ്ക്രീനിൽ കുറച്ച് ഒരു കുറവായിട്ട് തോന്നും. ക്യൂ സ്റ്റുഡിയോയിൽ സുരേഷ് ആണ്. വെൽക്കം. താങ്ക് യു. ആദ്യമേ ചോദിക്കാനുള്ളത്, വലിയൊരു ക്രൈസിസ് സ്പേസ് വരുന്ന ഇൻഡസ്ട്രിക്ക് അവിടെ നിന്ന് റിപ്പീറ്റഡ്ലി ഇതിനെങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ള തരത്തിലുള്ള സ്ട്രാറ്റജികൾ എങ്ങനെ ഫോം ചെയ്യാം, എന്ത് തരത്തിൽ സിനിമ ആളുകളിലേക്ക് എത്തിക്കാം, ഡെലിവറി എങ്ങനെ കൃത്യമാക്കാം, കുറേ ചർച്ചകൾ നടക്കുന്നു. ആ സമയത്ത് എമ്പുരാൻ വരുന്നു. എമ്പുരാൻ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു. ബോക്സ് ഓഫീസ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആഫ്റ്റർ എമ്പുരാൻ മലയാളം സിനിമ ഇൻഡസ്ട്രി തിയേറ്റേഴ്സ് എങ്ങനെയാണ്? എമ്പുരാൻ വന്നതോടെ തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വന്നു. കാരണം ഫെബ്രുവരി മാർച്ച് വളരെ മോശപ്പെട്ട മാസങ്ങളായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി കളക്ഷനും കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈനപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടു, വിഷുവിന് 3 പടങ്ങൾ റിലീസ് ചെയ്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ഒരു പ്രതികരണമാണ് കാണുന്നത്. അതിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഒക്കെ ഉണ്ട്. എന്നാലും ആൾക്കാർ ഒരു വലിയ തോതിൽ വരാൻ തുടങ്ങി തിയേറ്ററിലേക്ക്. ആ ഒരു ഓളം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പടങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ഇവരുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പോലെ സിനിമകൾ. അതെ. ഇപ്പോ ഞങ്ങൾക്ക് വലിയ ആഡംബരമായിട്ടുള്ള ചിത്രങ്ങളൊന്നും വേണമെന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ നല്ലപോലെ പ്രസന്റ് ചെയ്താൽ ആൾക്കാർ വരും. അത് ഓൾറെഡി പ്രൂവൺ ആണ്. അതെ. ഇപ്പൊ ഈ എമ്പുരാൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ആളുകൾ ഏറ്റവും ക്യൂരിയസ് ആവുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ $1 million എന്നൊക്കെ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ആണ്, ഈ 100 കോടി കിട്ടിയാൽ പ്രൊഡ്യൂസർക്ക് എത്ര കിട്ടും എന്നുള്ളത്. പല ആവർത്തി പലതവണയൊക്കെ സംസാരിച്ചു. ഈ 250 കോടി എന്നുള്ള വലിയൊരു കളക്ഷൻ, ആ കളക്ഷൻ വരുന്ന സമയത്ത് പ്രൊഡ്യൂസറുടെ ഷെയർ എത്രയാണ്, തിയേറ്റേഴ്സ് ഷെയർ എത്രയാണ്, ഇതിന്റെ ഒരു ഡിവിഷൻ എങ്ങനെയാണ് ശരിക്കും നടക്കുന്നത്? ഇതിലിപ്പോ 250 crores ആണോ 100 crores ആണോ എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു മലയാള സിനിമയിൽ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ എമ്പുരാന് സാധിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രി അതെ, സാധിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ഫസ്റ്റ് വീക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ റെക്കോർഡ് കളക്ഷൻ. അതായത് 2, 3, 4 ആഴ്ചയിൽ കിട്ടുന്ന ഒരു റവന്യൂ ആണ് ആ ഒറ്റ ആഴ്ച കൊണ്ട് കിട്ടിയത്. കാരണം അന്ന് എമ്പുരാൻ റിലീസ് ചെയ്യുമ്പോൾ വേറെ സിനിമയൊന്നുമില്ല. അപ്പോൾ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ഒരു 90%, അതായത് ഓൾമോസ്റ്റ് 700 സ്ക്രീൻസിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 600+ സ്ക്രീൻസിൽ എമ്പുരാൻ കയറി മാത്രമല്ല, അതിന് ഒരു എക്സ്ട്രാ ഓർഡിനറി ബുക്കിംഗ് ആയിരുന്നു. കാരണം ആൾക്കാർ ലൂസിഫറിൻ്റെ ഒരു സീക്വലായ സ്ഥിതിക്ക് അത് ഭയങ്കര ഒരു ആങ്സൈറ്റി ആയിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു ആഴ്ചയിൽ കിട്ടി. പ്ലസ് ഇറ്റ് വാസ് എ ഹോളിഡേ, ഒരു റംസാൻ ഹോളിഡേ. ഒരു 2 വീക്സോളം ഒരു വേറെ പടങ്ങളും ഇല്ല. അപ്പോൾ ആ 1 വീക്ക് തന്നെ എടുത്താൽ തന്നെ ഇറ്റ് ഈസ് ഈക്വലൻ ടു ഓൾമോസ്റ്റ് 3 to 4 weeks ഓഫ് എനി ഹിറ്റ് ഫിലിം. അപ്പോൾ അത് ദാറ്റ് ഷോസ് ദ കൈൻഡ് ഓഫ് ഹങ്കർ ഇൻ ദ മാർക്കറ്റ്. ഇതിലിപ്പോ അല്ല, എനിക്ക് ഇതിലിപ്പോ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതിനൊരു കളക്ഷൻ ഒക്കെ പറയുമ്പോഴും കേരള ബോക്സ് ഓഫീസ്, റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതല്ലാതെ ഓവർസീസ് പോകുന്ന എപ്പോഴും വേറൊരാള് വാങ്ങിയിട്ടാണല്ലോ സിനിമകളെ കൊണ്ടുപോകുന്നത്. അപ്പോ ഇതിന്റെ കളക്ഷൻ നമുക്ക് ഈ ടോട്ടൽ കളക്ഷനിൽ കൂട്ടുന്നതാണോ? അതിന്റെ ഒരു സ്ട്രക്ചറിങ് എങ്ങനെ വരുന്നുണ്ടാവും? ഇപ്പോൾ 250 crores എന്നൊക്കെ പറഞ്ഞത്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട്, വാട്ട് എവർ ബി ദാറ്റ് ആസ് ഇറ്റ് മേ, അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 1/3 ഞങ്ങൾക്ക് ടാക്സസ് ആയിട്ട് അങ്ങോട്ട് ഡിഡക്ട് ചെയ്യാം. ഓക്കെ.
അത് കഴിഞ്ഞാൽ വരുന്ന ഫിഗർ ഓൾമോസ്റ്റ് ഒരു 50% വിൽ ഗോ ടു ദ പ്രൊഡ്യൂസർ ഓൺ എ ലോങ് റൺ. അങ്ങനെ ഒരു ബോൾ പെൻ ഇത് ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്യാം. മനസ്സിലായി. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ, ഏത് സിനിമയായിട്ട് എക്സ് ഓർ വൈ സിനിമ റിലീസ് ആവുന്നു, റിലീസ് ആവുന്ന സമയത്ത് ഒരു തിയേറ്റർ ഓണർ എന്ന രീതിയിലൂടെ ഞാൻ ചോദിക്കുന്നത്, ഈ പെർ ടിക്കറ്റ് ഷെയർ എങ്ങനെ വരുന്നത്? അതായത് ഇപ്പോൾ ഒരു ടിക്കറ്റിന്റെ പ്രൈസിൽ പ്രൊഡ്യൂസർ, തിയേറ്റർ ഓണർ, അത് തന്നെ അത് സെയിം ഡിവിഷനിലാണ് പോകുന്നത്. അതായത് ഇപ്പൊ 100 rupees ഒരു ബോൾ പെൻ ഫിഗർ ആയിട്ട് എടുത്താൽ അത് ഒരു 30%, അപ്പോൾ 70 rupees വിൽ ബി ദ നെറ്റ്. അതിന്റെ ഒരു 50-50 എടുക്കാം ഓവർ എ പീരീഡ് ഓഫ് 2 or 3 weeks. ഈവൻ ദോ ഫസ്റ്റ് വീക്ക് ഇറ്റ് വിൽ ബി 60, സെക്കൻഡ് വീക്ക് 55, പിന്നെ 50 ആണെങ്കിൽ ഷെയറിംഗ്. At the end of the run, it will come to roughly 50 or 55%. 50% എന്ന് പറഞ്ഞാൽ എടുക്കാം on a ball point mark. ഓക്കെ. ഈ സിനിമകൾ തിയേറ്ററിലേക്ക് വരുന്നു, ആളുകൾ മടങ്ങി വരുന്നു. ഇനിയുള്ള ഒരു ജേണിയിൽ ഇപ്പോൾ സിനിമകൾ ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വരണം, വലിയ സിനിമകളാവണമെന്നില്ല, ആളുകളെ തിയേറ്ററിൽ കൊണ്ടുവരുന്ന ടൈപ്പ് സിനിമകൾ എന്ന് പറയുന്നു. ഇതിലൊരു സിനിമകളുടെ സൈഡിലുള്ള സ്ട്രാറ്റജിക്ക് അപ്പുറം തിയേറ്ററുകൾ എങ്ങനെയായിരിക്കും ആളുകളെ വെൽക്കം ചെയ്യുന്നത്? തിയേറ്ററുകളിൽ ഈ പറഞ്ഞ പോലെ സിനിമ വരുന്ന സിനിമയിൽ ഉണ്ടാകുന്ന അപ്ഗ്രേഡേഷൻ പോലെ സ്ക്രീനുകൾ, തിയേറ്ററുകൾ ആളുകളെ വെൽക്കം ചെയ്യാൻ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കും ഇങ്ങനെയുള്ള ജേണിയിൽ? ഞങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ടെക്നോളജി ഇസ് മൂവിങ് വെരി ഫാസ്റ്റ്. പണ്ടൊക്കെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ടർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സീറ്റ് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ എവറി 6 months യു ഹാവ് എ ന്യൂ അപ്ഡേറ്റ്. അപ്പോൾ അത് ചിലതൊക്കെ അവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇൻ സോഫ്റ്റ്വെയർ. പക്ഷേ ഹാർഡ്വെയർ നോക്കിയാൽ തന്നെ ആക്ച്വലി ഒരു വിതിൻ 2 years യു ഹാവ് ടു അപ്ഗ്രേഡ്. അത്ര സ്പീഡിലാണ് ടെക്നോളജി മുമ്പോട്ട് പോകുന്നത്. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മാച്ച് അപ്പ് ടു ദ ലിറ്റിൽ എക്സ്പെൻസീവ്. പക്ഷേ പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ഇറ്റ്. അവർക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ഓൾ വെൽ റെഡ്. അവർക്കറിയാം ഏത് പ്രൊജക്ടർ എത്ര ലൂമിൻസ് ഉണ്ട് എല്ലാം അവർക്കറിയാം. ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വി ഹാവ് ടു അപ്ഡേറ്റ്. ശരിക്കും ഒരു തിയേറ്റർ നടത്തിക്കൊണ്ട് പോവാന്നുള്ളത് എനിക്ക് നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന തോന്നിയിട്ടുള്ളതാണ്. ഇതില് ഇപ്പൊ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ തുടങ്ങുന്ന കാലത്തെ കഥകൾക്കപ്പുറം കറന്റ് സിനാരിയോയില് ഈ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മാറുന്ന സമയത്ത് ഒരു തിയേറ്റർ, അതൊരു മൾട്ടിപ്ലെക്സ്, ഇത് റൺ ചെയ്യുന്നതിൽ ഒരു ഈസിനെസ് ഉണ്ടോ, അതോ ഇതൊരു ടാസ്ക് ആയി തന്നെ നിലനിൽക്കുന്നതാണോ? പണ്ടത്തെ രീതിയല്ല ഇപ്പോൾ. നൗ വി ഹാവ് ടു ബി വെരി up to date in cleanliness, in technology, in keeping the theater up to date according to the latest taste. It is difficult, it's expensive, but at the same time ഒരു നല്ല സിനിമ ഒരു മാസത്തിൽ വന്നെങ്കിൽ ഒരു നല്ലൊരു പ്രോഫിറ്റിൽ പോവാം, മാനേജ് ചെയ്യാം. പക്ഷേ ഈ കണ്ടിന്യൂസ് ഫ്ലോപ്പ് ആയിട്ട് ഒരു 2-3 മാസം പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അത്ര സിനാരിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ അപ്പോൾ പിടിച്ചിരുന്നത്? ഞാൻ ചെയ്തപ്പോ സ്ക്രീനുകളിൽ പലതരം ഷോ ഓടിക്കാതിരിക്കുകയോ ഇതിന്റെ ഒരു ബാലൻസ്? മൾട്ടിപ്ലെക്സ് ആകുമ്പോഴത്തേക്ക് യു ക്യാൻ ബാലൻസ്. കാരണം യുവർ ഓപ്പറേഷണൽ കോസ്റ്റ് ഓൾസോ കം ഡൗൺ ആൻഡ് ഓപ്പറേഷണൽ ഈസിനെസ് ഓൾസോ ഈസ് ദർ. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ മൂവി ഈസ് ഡൂയിങ് വെരി വെൽ, വി ക്യാൻ ആഡ് ഷോസ്. At the same time, if the movie is bad, we can reduce shows or shift it to a smaller theater. അങ്ങനെ ചെയ്തു വരാം. പല പ്രാവശ്യവും ഞങ്ങൾ കാണാറുണ്ട്. ചില സ്ക്രീൻസ് ഒക്കെ ഓഫ് ചെയ്ത് ഇടാറുണ്ട്. കാരണം അത്രയ്ക്കും ഓഡിയൻസ് ഉണ്ടാവില്ല. സോ വിൽ ബി റണ്ണിങ് ഓൺ സ്മോളർ സ്ക്രീൻസ്. അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ലീവേജ് ഞങ്ങൾക്ക് ഇതിന് കിട്ടും. ഈ തിയേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പല സമയങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് പറഞ്ഞിരുന്നു ഈ ഫാൻ ഷോകൾ നടത്തുന്ന സമയത്ത് തിയേറ്റർ ആകെ മൊത്തം കുളമാവുന്നു. എന്നാൽ അവിടെ നിന്ന് ഇപ്പൊ എമ്പുരാൻ സിനിമ വരുമ്പോൾ ബാക്ക് ടു ഫാൻ ഷോസ്. അതായത് എത്ര നമ്പർ ഓഫ് ഷോസുകൾ ഡെയിലി ബേസിലുണ്ടോ അത്ര തന്നെ ഫാൻ ഷോസ് ഏർലി മോർണിംഗിൽ ചാർട്ട് ചെയ്യുന്നു. എനിക്ക് ചോദിക്കാൻ ഇപ്പോൾ പത്മയുണ്ട്, ഷെനോയ്സ് ഉണ്ട്, 2 തരത്തിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററുകളാണ്. ഈ പറഞ്ഞ ഒരു മൾട്ടിപ്ലെക്സും വരുന്നു, അവിടെ ഒരു സ്റ്റാൻഡ് അലോൺ കൈൻഡ് ഓഫ് തിയേറ്റർ ഉണ്ട്. ഈ ഫാൻ ഷോസ്, ഈ അർമാദം ആഹ്ലാദം തിയേറ്ററിന്റെ അകത്ത്, ഇതിന് നിങ്ങളുടെ ടേക്ക് ശരിക്കും എന്താ തിയേറ്റർ ഓണറായിട്ട്? ഫാൻ ഷോ വേറൊരു കാറ്റഗറിയിൽ പെടുത്തുന്നതാണ്. കാരണം അതൊരു തികച്ചും ആ സ്റ്റാറിൻ്റെയോ ആ ഒരു ആക്ടറിൻ്റെയോ ഒരു ആരാധകരായിരിക്കും. അപ്പോൾ ആ ഷോ കാണുമ്പോൾ ഉള്ള ഒരു വൈബ് ഞങ്ങൾക്ക് വേറെ ഒരു ഷോയിനും കിട്ടില്ല. കാരണം അവർ എല്ലാ സീനിലും ചിയർ ചെയ്യും,
അതൊരു കറക്റ്റ് ഒരു ഗേജ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഫാൻ ഷോ വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ വേണമായിരിക്കും. പക്ഷേ ഇത്രയും ആർഭാടമായിട്ട് ചെയ്യുന്നത് അൺലെസ് ദ പ്രൊഡ്യൂസർ ഇറ്റ് സെൽഫ് ഈസ് കോൺഫിഡൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്, ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു അൺഹെൽത്തി അവേഴ്സിലൊക്കെ ഈ ഇത് വെക്കുക, അതായത് 4 മണിക്ക് 5 മണിക്കൊക്കെ ഷോ വെക്കുന്നത് റിസ്ക് ഉണ്ട്, വളരെ റിസ്ക് ഉണ്ട്. പടം ഒരു പോയിന്റ് വർക്ക് ആയില്ലെങ്കിൽ അത് മോർണിംഗില് റിപ്പോർട്ട്സ് പുറത്തു വരുന്നു, ഇത് വരും, നെഗറ്റീവ് വരും. അപ്പോ അത് ആക്ച്വലി ഒരു 7 മണിക്കോ 8 മണിക്കോ വല്ലതും വെച്ചെങ്കിൽ അത് ആയിരിക്കും ബെറ്റർ. കാരണം ഞങ്ങളൊരു പ്രത്യേക ഒരു ഫ്രെയിം ഓഫ് മൈൻഡിലാണ് ഞങ്ങൾ ഈ 4 മണിക്കോ 5 മണിക്കോ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് ആയിരിക്കില്ല ഞങ്ങൾ 10 മണിക്കോ 12 മണിക്കോ പോകുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ അത്ര കോൺഫിഡൻ്റ് ആയിരിക്കണം ആ പ്രോഡക്റ്റിൽ. അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം ബാക്ക് ഫയറും ചെയ്തിട്ടുണ്ട്. സോ ഐ ഫീൽ ഇറ്റ് ഇസ് ബെസ്റ്റ് ടു ഹാവ് ഇറ്റ് സംവെയർ അറൌണ്ട് 7 o'clock or 8 o'clock. ഈ ഒരു സിനിമ ചൂസ് ചെയ്യുന്നതല്ലേ, ഇപ്പൊ സിനിമ കണ്ടിട്ടൊന്നുമല്ലോ ചൂസ് ചെയ്യുന്നത്, ഇത് അതല്ലാതെയാണ് നിങ്ങളവിടെ കാൽക്കുലേഷൻ വർക്ക് ചെയ്തിട്ട് ഇന്ന സിനിമ പിക്ക് ചെയ്യാം, ഈ സിനിമ അടിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രോസസ് ഒന്ന് പറയാമോ? അതായത് ഒരു സിനിമ എടുക്കുന്നത്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഇതിന്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതൊരു പ്രോസസ്? ഞാൻ സാധാരണ ഈ സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ പുറകെ പോകാറില്ല. ഒരു സിനിമയുടെ ഇപ്പോൾ അതിൻ്റെ വർക്കിംഗ് മുതൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഇത് കിട്ടും, റിപ്പോർട്ട്സ് ആർ ദേർ ഓൺ ദ മീഡിയ. അപ്പോൾ അതിൽ ടീം ആരൊക്കെയാണ് അതിൽ, അതൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ ഒരു സെലക്ഷൻ പണ്ടുപോലെ. ഇപ്പോൾ കുറച്ച് എളുപ്പമാണ്, പണ്ടൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, കാരണം ഡാറ്റ കിട്ടില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ ഏത് സമയത്ത് ഏത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലും ഞങ്ങൾക്ക് ഏത് സിനിമ ആരൊക്കെയാണ് അതിൽ കാസ്റ്റ്, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഒരു ഡയറക്ടറോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ഒരു ക്യാമറമാനോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അതിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അത് എല്ലാ സമയത്തും വർക്ക് ആവണമെന്നില്ല, പക്ഷേ ബൈ ആൻഡ് ലാർജ് വർക്ക് ആയിട്ടുണ്ട്. ഈ ഇപ്പൊ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഈ ഡാറ്റ പറഞ്ഞപ്പോഴേ ഈ ഷോകൾ ട്രാക്ക് ഒരു സമയത്ത് നമുക്ക് തോന്നുന്നു ട്രാക്കിംഗ് പോസിബിലിറ്റികൾ ഇല്ലായിരുന്നു, അപ്പൊ നമുക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ അതിനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ എമ്പുരാൻ ആവട്ടെ, വലിയ സിനിമകൾ വരുന്നത് ഹിറ്റ് സ്റ്റേറ്റസിലോട്ട് ജേർണി കണ്ടിന്യൂ ചെയ്യുന്ന സിനിമകൾ വരുമ്പോൾ ഈ ഷോകൾ ട്രാക്ക് ചെയ്യുന്നത്, അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ തിയേറ്ററിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്, ആളുകൾക്ക് അത് കിട്ടാൻ? എനിക്ക് തോന്നുന്നു ഈ ഡാറ്റ എല്ലാം കിട്ടുന്നത് നമ്മുടെ ബുക്കിംഗ് ആപ്പിൽ നിന്നായിരിക്കും. കാരണം ഞങ്ങൾ പെർസേ ഒന്നും അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. ഇപ്പൊ ബുക്കിംഗ് ആപ്പിന്റെ ആ ഒരു ഡാറ്റ അവർക്ക് ഫുൾ എൻറ്റയർ കേരള അല്ല എൻറ്റയർ ഇന്ത്യയുടെ ഡാറ്റ അവരുടെ കയ്യിൽ ഉണ്ടാവും. സോ പ്രോബ്ലി ദ ഫിഗേഴ്സ് ആർ ഗോയിങ് ഫ്രം ദർ. ബട്ട് എഗെയിൻ അത് ഓതന്റിക് ആണോ ഇല്ലെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ പുറത്തുനിന്നുള്ളതാണെങ്കിലും ഇപ്പോൾ ഓവർസീസ് ഒക്കെ പോകുമ്പോൾ ഷോകൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, ഓവർസീസും അതേ സെയിം പ്രോസസ് ആണ്. അവിടെയും ഒരു ബുക്കിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അപ്പൊ അതിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ഈ ഇപ്പോൾ എമ്പുരാൻ പറയുന്നു, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ റിലീസുകൾ വരുന്നു. എല്ലാ കാലത്തും മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഈ ഒരു ജേർണിയിൽ ഇപ്പോൾ ഫെസ്റ്റിവൽ റിലീസുകൾ ഇപ്പോൾ വരുമ്പോൾ വിഷു വരുന്നു, ഓണം വരുന്നു, ക്രിസ്മസ് വരുന്നു, പൂജാവധി വരുന്നു. ഇതിന്റെ ഇടയ്ക്കുള്ള ടൈം പീരീഡ് ഉണ്ടല്ലോ, അവിടെ പലപ്പോഴും സിനിമകൾ നമുക്കൊരു പ്രീ കൺസീവ്ഡ് നോഷൻ അവിടെ ഇല്ല. ഇത് വർക്ക് അങ്ങനെ ആളുകൾ വരുന്നൊരു ഉറപ്പില്ല. നല്ല സിനിമ വന്നാൽ മാത്രമേ ആളുകളുടെ സമയത്ത് തിയേറ്ററിലോട്ട് വരുള്ളൂ. ഈ ഇൻ ബിറ്റ്വീൻ ഫെസ്റ്റിവൽസ് തിയേറ്ററുകൾ റൺ ചെയ്യുന്നുണ്ട്. അതിലൊരു ക്രൈസിസ് ഉണ്ടോ? ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഈസി ആക്കുന്നത്? ഈ ഫെസ്റ്റിവൽസിന് മാത്രമേ സിനിമ ഇറങ്ങുള്ളൂ, ഫെസ്റ്റിവൽസിന് മാത്രമേ ആളുകൾ ഇറങ്ങുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് തെറ്റാണ്. ആൾക്കാർ ഏത് സമയത്തും വരും, ഏത് സമയത്തും ഏത് നല്ല സിനിമ ഇട്ടാലും ആൾക്കാർ വരുന്ന ഒരു ഇതാണ്. ഫെസ്റ്റിവലിന് ഓഫ് കോഴ്സ് ആ ഹോളിഡേയ്സ് ഉള്ള കാരണം കുറച്ചുകൂടി ഒരു എന്തൂസിയാസം കൂടുതലുണ്ടാവും. ഇപ്പോൾ പല പ്രാവശ്യവും ഇൻഫാക്ട് ആ കോവിഡിന് മുമ്പായിട്ട് 2 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽസ് വളരെ മോശമായിരുന്നു. അതായത് വിഷു, ഓണം, ക്രിസ്മസ് were bad in spite of having good films, because films were bad. പക്ഷേ ആ ഇന്റർമീഡിയറ്റ് ടൈമിൽ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്, കളക്ഷനുമായിട്ടുണ്ട്. അപ്പൊ കളക്ഷൻ ഏത് സിനിമയ്ക്കും ഏത് സമയത്തും വരാം. നല്ലതായാലും ആണെങ്കിലും ആൾക്കാർ സ്വീകരിക്കും, അത് മഴയാണെങ്കിലും അവർ വരും.
അതെ അതെ മഴക്കാലത്ത് ഇവിടെ ചരിത്രങ്ങൾ അതെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. മഴയത്ത് നിന്ന് നനഞ്ഞു കയറിയിട്ടുണ്ട് ആൾക്കാർ നല്ല സിനിമ കണ്ട. അത് പണ്ട് പോലെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആ പ്രോസസ്സ്, ഒരു സിനിമ കാണുന്നൊരു പ്രോസസ്സ് തന്നെ മാറി. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോ വലിയ ക്യൂ ഒന്നുമില്ല. തിയേറ്റർ വാച്ചിങ് കൾച്ചർ തന്നെ മാറി ടോട്ടലി മാറി. ടേൺ ഓൺ ദ ഹെഡ്. അത് പണ്ടിപ്പോ നമ്മൾ സ്വന്തം തിയേറ്ററിന് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ക്രൗഡ് ആണ് എടുക്കുന്നത്. ഇപ്പൊ ബുക്ക് മൈ ഷോ ആണ്. ആ സമയത്ത് വന്നാൽ മതി, ഒരു 10-15 മിനിറ്റ് മുമ്പ് വന്നാൽ മതി. ആ ഒരു ടോട്ടൽ കോൺസെപ്റ്റ് മാറി. നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ റൺ ചെയ്യുന്ന കൾച്ചറിൽ ഈ മാറ്റങ്ങൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ഈ പറഞ്ഞ ഒരു എനർജി, എക്സ്ട്രാ എനർജി ആണല്ലോ, ക്രൗഡ്, ബഹളം. സത്യം പറഞ്ഞാൽ ഈ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ടണല് പോലത്തെ ഒരു ക്യൂവും അതിൻ്റെ അകത്ത് ആൾക്കാരും. ഇപ്പൊ അത് ആലോചിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എങ്ങനെ ഇവര് അതിൻ്റെ അകത്ത് കൂടി കയറി ഒരു സിനിമ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് കയറുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മളെല്ലാ ഫേസിലൂടെ വന്നിട്ടുണ്ടല്ലോ. അതെ 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 അതെ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അവിടെ ക്യൂ ഒന്നുമില്ല. ഇൻഫാക്ട് ഷണാസിൽ ക്യൂവേ ഇല്ല, ബോക്സ് ഓഫീസേ ഇല്ല. ഞാൻ ഏതോ 1-2 പടത്തിൽ വന്നപ്പോ ബോക്സ് ഓഫീസിന് ആരും ഇല്ല, വന്ന് ടിക്കറ്റ് എടുക്കുന്ന അത്രേ ഉള്ളൂ. കാരണം 95% ടിക്കറ്റ്സ് പോകുന്നത് ആപ്പിൽ കൂടിയാണ്. കാരണം ഇറ്റ് ഇസ് കൺവീനിയന്റ് ഫോർ എവറിബഡി. ഇപ്പൊ ഒരാൾ കാക്കനാട് നിങ്ങൾ വരുന്നു, അയാൾ ഇവിടം വരെ വന്നിട്ട് ടിക്കറ്റ് ഇല്ലെങ്കിൽ പണ്ടക്കാതായിരുന്നു. ബട്ട് ദെൻ യൂസ് ടു വെയിറ്റ്, അടുത്ത ഷോന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം അന്ന് എറണാകുളത്ത് റിലീസ് ചെയ്യുമ്പോൾ ആലുവ റിലീസ് ചെയ്യില്ല, തൃപ്പൂണിത്തുറ ഇല്ല, എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇങ്ങോട്ട് വരണം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബുക്കിംഗ് ആപ്സ് പറഞ്ഞല്ലോ, ഈ ബുക്കിംഗ് ആപ്സിന് ടിക്കറ്റ് പ്രൈസിന് ഷെയർ പോകുന്നത് എങ്ങനെയായിരിക്കും? അതൊരു മേജർ ഷെയർ പോകുന്നുണ്ട്. നമ്മളാണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇത്രയും കൺവീനിയന്റ് ഫീ നമ്മൾ ഇത്രയും അതിനൊപ്പം ആഡ് ഓൺ ചെയ്യുന്നത്. അത് അവരുടെ ചാർജ്. അത് ഇറ്റ് ഇസ് കൺവീനിയന്റ് ഫോർ us. It's and we get all the data. ഡാറ്റ മൊത്തം ഞങ്ങളുടെ എല്ലാം. ഞങ്ങൾ പണ്ട് കൈകൊണ്ട് എഴുതിയ സാധനങ്ങളൊക്കെ at a press of a button we get it at the end of the day. And it is stored also in the server, and we can get the older files also, data also. ഈ ഫെബ്രുവരി തീരുന്നവരെയും പ്രൊഡ്യൂസർ അസോസിയേഷന്റെ സൈഡിൽ നിന്നുള്ള ഡിമാൻഡുകൾ, ഈവൻ ഫ്രം ദി സബ്സിഡി തൊട്ട് ഗവൺമെന്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഈ വലിയ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നത്, ഇതെല്ലാം ഡിസ്കഷനിലുണ്ടായിരുന്നു. ഇൻഫാക്ട് ഞങ്ങളുടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഓൾറെഡി 2 മീറ്റിംഗ് കഴിഞ്ഞു ഇൻ ദിസ് ലാസ്റ്റ് 1 month. അത് കഴിഞ്ഞു. ഇതിപ്പോ ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ പ്രോഗ്രസ് ഉണ്ട്. മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഒരു റിസൾട്ട് വരാം. ഈ സബ്സിഡി എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് മുതൽ എല്ലാ ടാക്സ് അടക്കം എല്ലാ കാര്യത്തിലും. ഇല്ല, ഇലക്ട്രിസിറ്റി ബില്ല് ഞങ്ങൾക്ക് 83-86 പീരീഡിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാക്കി അവർ ഒരു സ്പെഷ്യൽ ടാരിഫ് തരാമെന്ന് അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞതാ. പക്ഷെ അത് മുമ്പോട്ട് പോയില്ല. കാരണം ഇലക്ട്രിസിറ്റി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് അവർ എക്സ്പെൻസ്. അപ്പൊ അതിനൊക്കെ ഒന്നും കൂടി ഒന്ന് റീവിസിറ്റ് ചെയ്ത് അത് സ്പെഷ്യൽ ടാരിഫിലേക്ക് കൊണ്ടുവരണം. ബിക്കോസ് ഇറ്റ്സ് ബിക്കമിങ് വെരി എക്സ്പെൻസീവ്. ഒരു തിയേറ്റർ ആണെങ്കിൽ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് ഭയങ്കര മേജർ പോർഷൻ. അതെ, ഇപ്പൊ ഒരു 100 സീറ്റിന്റെ തിയേറ്റർ എടുത്താൽ എങ്ങനെ നോക്കിയാലും ഒരു മാസം കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് വരും. അത് 400 സീറ്റർ അതിൽ കൂടുമ്പോൾ അങ്ങനെ 5 ഇരട്ടി കൂടില്ല, എന്നാൽ തന്നെ ഒരു നല്ല സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് വരും. എനിക്കൊന്ന് മാർച്ച് തുടങ്ങുമ്പോൾ ഫെബ്രുവരിയിലെ വരെയുള്ള സിനിമകളുടെ ഈ ഷെയർ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഏപ്രിൽ അത് കണ്ടിട്ടില്ല. അത് വരുന്ന സമയത്താണെങ്കിലും അതിനെതിരെ വന്ന വിമർശനങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു, എന്തിനിത് പുറത്തു വിടണം? കാരണം പുറത്തു വിടുമ്പോൾ ആളുകൾ ഇതിലൊരു ഡൗൺഫോൾ ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓൺ ഗോയിങ് റണ്ണിങ്ങിലുള്ള സിനിമകളുടെ കളക്ഷൻ കാണിക്കുവാണെങ്കിലും ഇതിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് സാധ്യതയില്ലേ ആളുകളുടെ ഇടയിൽ? ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഗ്രോത്ത് ഇല്ല, കാര്യങ്ങളില്ല. അതിനെ എങ്ങനെ കാണുന്നത്? അതിന്റെ ഒരു ടേക്ക് എന്താ നിങ്ങളുടെ സൈഡിൽ? ഈ ഇൻഡസ്ട്രി ഫിഗേഴ്സ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പിന്നെ അത് ഒരു വ്യൂവറിനെ അത് ബാധിക്കുന്നില്ല. ഇതിപ്പോ ആനലിസ്റ്റോ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കേ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു സിനിമ എത്ര കളക്ട് ചെയ്തു, അത് പ്രോഫിറ്റബിൾ ആണോ ഇല്ല എന്നുള്ളത്.
ആ ഒരു ഒരു ഇതിലേക്ക് ഒരു സാധാരണ ഒരു സിനിമ കാണുന്ന ആള് ഈസ് നോട്ട് ബോതർഡ് ബൈ ഓൾ ദാറ്റ്. ഹി മൈറ്റ് ബി ബട്ട് ഇറ്റ് ഡസന്റ് എഫക്ട് ഈ സിനിമ ഗോയിങ്. അയാൾ നല്ല പടം വരുമ്പോൾ അയാൾ കാണും. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ വെച്ചാല് ഒരു സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് റിജക്റ്റ് ആവും. എനിക്ക് അതിലോട്ട് വരാണ്ട്, കാരണം ഒരു സിനിമയുടെ ഒരു റിസൾട്ട് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നുന്നു പണ്ട് എത്രയോ സിനിമകൾ ആദ്യത്തെ 3-4 ദിവസം നെഗറ്റീവ് വന്നിട്ട് പിക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനൊരു സാധ്യത ഇല്ലല്ലോ. അല്ല, അങ്ങനെ ഉണ്ട്, പിക്കപ്പ് ചെയ്ത് വന്നില്ല എന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം സി ദർ ആർ thousands ഓഫ് റിവ്യൂവേഴ്സ്. പണ്ടൊക്കെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിലോ ഹിന്ദുവിലോ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ വല്ല റിവ്യൂ വരും. അത് ഒരു മോശമാണെങ്കിലും അവരൊരു ആവറേജ് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അത് നോക്കുന്ന പോപ്പുലേഷനും കുറവായിരുന്നു, അത് വളരെ കുറവായിരുന്നു. പക്ഷെ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട്, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് റിവ്യൂസ് ഉണ്ട്. അതിൽ ഏതാണ് ഓതന്റിക് ഏതാണ് ബോഗസ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെ ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ചില ആൾക്കാരുടെ റിവ്യൂസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർ ചിലപ്പോൾ ഫോളോ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തു, ഒരു ചെറിയ സിനിമ സ്റ്റാർട്ട് ചെയ്തു, അത് വളരെ ആവറേജ് കളക്ഷനാണ് ഫസ്റ്റ് ഡേ. പക്ഷേ ബൈ വേർഡ് ഓഫ് മൗത്ത് ഒരു ഒപ്പീനിയൻ വരികയാണെങ്കിൽ അത് പിക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇപ്പോ ആസിഫ് അലിയുടെ കഴിഞ്ഞ 2-3 സിനിമകൾ എടുത്ത് നോക്കിയാലും അതെല്ലാം സ്റ്റാർട്ടിങ് സ്ലോ ആയിരുന്നു. ഫോർ ദാറ്റ് മാറ്റർ കിഷ്കിന്ദ കാണണം, തുടരും, അല്ലെങ്കിൽ രേഖാചിത്രം. ഇതിന്റെ ബിഗിനിങ് സ്ലോ ആയിരുന്നു, കാരണം ആൾക്കാർ ദേ ആർ ലിറ്റിൽ അപ്രിഹെൻസീവ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 7 out of 10 ആൾക്കാർ നല്ലതാണെന്ന് പറഞ്ഞാൽ ആ പടം പിക്കപ്പ് ആവും. ഒരു ഫെൻസ് സിറ്റിംഗ് ആണ്, ഒരു 50-50 ആണെങ്കിൽ ഒരു കുറച്ച് ടൈം എടുക്കും. ഈ ബോക്സ് ഓഫീസിന് ഒരു മിനിമം ഗ്യാരണ്ടി സ്റ്റാർ പോലെ എനിക്ക് തോന്നുന്നു ആസിഫിന് അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ട്. ലൈക്ക് ആളുകൾ ആസിഫ് സിനിമകൾക്ക് തിയേറ്ററിലോട്ട് വരുന്നത്. അതിപ്പോ ഒരു ഹിറ്റ് പോലെ ഇരിക്കും. ചിലപ്പോൾ ആസിഫ് ആയിരിക്കും, ചിലപ്പോൾ നിവിൻ പോളി ആയിരിക്കും, ചിലപ്പോൾ ടൊവിനോ ആയിരിക്കും, ചിലപ്പോൾ ദുൽഖർ ആയിരിക്കും. അങ്ങനെ ഒരു ഇറ്റ് വിൽ കീപ് ഓൺ ചേഞ്ചിങ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ ലാസ്റ്റ് മൂവി വാസ്. അവസാന സിനിമ തന്നെ. അതെ, എല്ലാ ഫ്രൈഡേയും ഓരോരുത്തരുടെ ജാതകം തീരുമാനിക്കുന്നതായിരിക്കും. ഇതുവരെ എനിക്ക് തോന്നുന്നത് ഈ താരങ്ങളുടെ പ്രതിഫലത്തെ പറ്റിയുള്ള ഡിസ്കഷൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരുപാട് പേര് ഈ പ്രോഫിറ്റ് ഷെയറിലോട്ട് മാറുന്നുണ്ടല്ലോ. ഒരു റെമ്യൂണറേഷൻ അപ്പുറത്തോട്ട് പ്രോഫിറ്റ് ഷെയറിലോട്ട് മാറുന്നു. ഇപ്പൊ എമ്പുരാൻ പോലെ ഒരു വലിയ സിനിമ വരുന്നു, ആ വലിയ സിനിമ ഇത്രയും കളക്ഷൻ നേടുന്നു. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഒരു പ്രോഫിറ്റ് ഷെയർ എന്നുള്ള മെക്കാനിസം വരുമ്പോൾ ഇനിയും ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ സാധ്യത കൂടുന്നുണ്ടോ? ലൈക്ക് 100 crore പടങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം, അതിനുള്ള സാധ്യതകളുണ്ടോ ശരിക്കും? ഇപ്പോൾ ഹോളിവുഡിൽ ഓൾറെഡി ദിസ് ഈസ് ഇൻ പ്രോസസ്. അതായത് ലോട്ട് ഓഫ് മൂവീസ് ഓവർ ദ ലാസ്റ്റ് 5 years എല്ലാം ടോപ്പ് സ്റ്റാർസും പ്രോഫിറ്റ് ഷെയറിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു ഐഡിയ ആണ്. അതായത് ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു മെക്കാനിസമാണ്. അതിൽ വിൻ സിറ്റുവേഷൻ തന്നെയാണ് രണ്ടുപേർക്കും. അതായത് ഒരു മിനിമം ഒരു ഗ്യാരണ്ടി ഒരു സ്റ്റാറിന് കിട്ടുന്നു, ഓവർ ആൻഡ് അബവ് ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോഫിറ്റ്. അത് വളരെ നല്ലൊരു പ്ലാനാണ്. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഹിയർ. ഇപ്പോൾ ബോളിവുഡ് ആവട്ടെ, മറ്റേ തമിഴ്നാടാവട്ടെ, അവരാരും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഐ തിങ്ക് ദേ ആർ ഓൾ ഇൻ ചിലരെങ്കിലും ടോക്സ്. അങ്ങനെ ചെയ്താലേ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഇത് കിട്ടുള്ളൂ. അത് ശരിയാ, അതൊരു ഇറ്റ്സ് എ ഗുഡ് സ്കീം. ഈ തമിഴ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫെസ്റ്റിവൽ മലയാള സിനിമകളൊപ്പം ഉണ്ടായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു. ഇവിടുത്തെ സിനിമയുടെ റിപ്പോർട്ട്സ് എങ്ങനെയാണ്? ആക്ച്വലി ഗുഡ് ബാഡ് അഗ്ലിക്ക് ഒറ്റ ഒരു മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് അല്ല, അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്ന് വെച്ചാൽ 3 മലയാള പടങ്ങൾ സ്ക്രീൻസ് എല്ലാം ഓക്യുപ്പൈ ചെയ്തു. അപ്പോൾ ഇത് 4ാമത്തെ സിനിമയായിട്ട് വന്നിട്ട് സ്ക്രീൻ കൗണ്ട് കുറവായിരുന്നു. പക്ഷേ ഒരു അജിത്ത് പടത്തിന് ഇത്രയും കളക്ഷൻ വന്ന ഒരു സിനിമ അടുത്ത കാലത്ത് വന്നിട്ടില്ല. അപ്പോ റിപ്പോർട്ട്സ് ആർ ഗുഡ്, ദ കളക്ഷൻസ് ആർ ഓൾസോ ഗുഡ്. മേ ബി ആഫ്റ്റർ വിശ്വാസൊക്കെ വരുന്ന ഇപ്പോഴായിരിക്കും. ആണ് 6 years ഗ്യാപ്പിലൊക്കെ. ഇപ്പോ ആക്ച്വലി ഇതുവരെ സംഭവിച്ചത് എന്താ വെച്ചാൽ, അജിത്തിന്റെ എല്ലാ പടവും വിൽ സ്റ്റാർട്ട് വിത്ത് 250-300 സ്ക്രീൻസ്. അത് അഭിപ്രായം വരാറില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻ വിൽ കം ഡൗൺ ടു 100 സ്ക്രീൻസ്. ഇതിപ്പോ
ലെറ്റ് us say 100 സ്ക്രീൻസ് വെച്ചേ തുടങ്ങിയിട്ടുള്ളൂ. ഇനി മുകളിലോട്ട് പക്ഷേ ഇറ്റ് ഈസ് ബീങ് ആഡഡ് അപ്പ്. ഇറ്റ് ഈസ് ബീങ് ആഡഡ്. ഈ അന്യഭാഷ സിനിമകളുടെ കേരള മാർക്കറ്റ് എന്നുള്ളവിടെ സംസാരിക്കണം തോന്നുന്നു. കാരണം നമ്മളുടെ ഇൻഡസ്ട്രി ഇതിന്റെ ഗ്രോത്ത് ഒക്കെ പറയുന്ന സമയത്ത് തിയേറ്റേഴ്സിന് മറ്റ് ഭാഷ സിനിമകളും വരുന്നുണ്ടല്ലോ. ഈ അന്യഭാഷ സിനിമകൾ കേരള തിയേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? അതില് ഈ പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രി കൊടുക്കുന്ന അത്ര തന്നെ സപ്പോർട്ട് മറ്റു സിനിമകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്? സി ദാറ്റ് ഇസ് ഓൾ മാർക്കറ്റ് ഡ്രിവൺ. ഇപ്പൊ കേരളത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 4 or 5 ലാംഗ്വേജിലെ സിനിമ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. കാരണം ഓഡിയൻസ് ഉണ്ട്. നേരെ മറിച്ച് ഇഫ് യു ഗോ ടു നോർത്ത് ഇന്ത്യ, അവിടെ ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ ഹിന്ദി ഫിലിംസ്. അല്ലെങ്കിൽ ഇപ്പോൾ മലയാളം ഫിലിം കളിക്കുകയാണെങ്കിൽ തന്നെ വല്ല ഹിന്ദി ഡബ് ചെയ്ത് കളിക്കണം. ആ ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾക്കുള്ളത് കാരണം, ആ ഒരു ലിംഗ്വിസ്റ്റിക് ഫ്രീഡം ഉള്ള കാരണം ഇറ്റ് ഇസ് ആക്ച്വലി വി ആർ ബ്ലെസ്ഡ്. ഇപ്പൊ ഈവൻ തെലുങ്ക് ഫിലിംസ് ഇപ്പൊ റൺ ചെയ്യാൻ തുടങ്ങി വിത്ത് സബ് ടൈറ്റിൽസ്. ഇനീഷ്യലി കാന്താര കന്നഡയാണല്ലോ ഫസ്റ്റ് റിലീസ്. അതെ അതെ അതെ. 2 weeks കഴിഞ്ഞാണ് മലയാളം വന്നത്. അപ്പൊ കന്നഡയ്ക്ക് നല്ല ആളുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ ദാറ്റ് ഹെൽപ്സ്. അപ്പോ ആക്ച്വലി കേരള ഇസ് എ വെരി ഗുഡ് മാർക്കറ്റ് ഫോർ തമിഴ് ഫിലിംസ്, ഓൾസോ തെലുഗു ആൻഡ് കന്നഡ. ഇവിടെ നമ്മുടെ നാട്ടില് ചെന്നൈ എക്സ്പ്രസ്, ദങ്കല് ഇതൊക്കെ വലിയ രീതിയിൽ ഓടി. ഹിന്ദി ഫിലിംസ് പിന്നെ പണ്ട് മുതൽ നല്ല മാർക്കറ്റ് ഉള്ളതാണ്. ഇപ്പൊ എനിക്കൊന്നിപ്പോ ഒരു ഹോളിവുഡ് സിനിമ വരുന്ന സമയത്താണ് ഓപ്പൺഹൈമർ ആവട്ടെ, അവിടെ ആളുകൾ ചൂസ് ചെയ്യാവുന്നുണ്ടല്ലോ, ഇന്ന സ്ക്രീനിൽ കാണണം, ഇത് വേണം. ഇപ്പൊ ഐമാക്സ് വന്നിട്ടുണ്ട് കൊച്ചിയില്. ഈ ഇത്തരം ടെക്നിക്കലി നമ്മളുടെ ഈ പറയുന്ന ഈ ഹാർഡ്വെയർ എൻഹാൻസ് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്യുക, അത് ശരിക്ക് ഓഡിയൻസ് കാറ്ററിങ്ങിന് ഭയങ്കര ഈസി ടൂൾ അല്ലേ? അതിൽ ഇപ്പൊ ഷാനോയ്സിന്റെ പ്ലാനില് ഞാൻ ഇപ്പോ ഈ പറഞ്ഞ സിനിപോളിസിനുള്ള ഐമാക്സ് വരുന്നു. അവിടെ അത്തരത്തിലുള്ള അപ്രോച്ചുകൾ, അതിന് സാധ്യതകളുണ്ടോ ശരിക്കും ഇവിടെ ഒരു ഐമാക്സ് കൂടെ? ഐമാക്സ് സ്ക്രീനുകൾ ആളുകൾ വരുമോ? സി ഐമാക്സ് ചെയ്യുമ്പോൾ അത് കോൺസെപ്റ്റ് സ്റ്റേജിൽ തന്നെ അത് ഐമാക്സ് ആയിരിക്കണം. ഈ ഒരു തിയേറ്റർ കൺവേർട്ട് ചെയ്ത് അത് ഐമാക്സ് ആക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല. ഇപ്പോൾ കോൺസെപ്റ്റ് സ്റ്റേജിൽ തന്നെ ഞങ്ങൾ റീബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഐമാക്സിൻ്റെ ആ ഡയമെൻഷൻസ് തന്നെ വേറെയാണ്. ഇറ്റ്സ് ഹ്യൂജ്, ദ സ്ക്രീൻ ഇസ് ഹ്യൂജ്. ഞങ്ങൾ ഈ 2 സ്ക്രീനൊക്കെ ജോയിൻ ചെയ്ത് ചെയ്യുമ്പോൾ ആസ് എൻ ആഫ്റ്റർ തോട്ട് അതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഇപ്പൊ ട്രിവാൻഡ്രം ലുലുവിൽ ഐമാക്സ് ഉണ്ട്. ഐ ബീൻ ദർ. ദാറ്റ് ഈസ് ഇത് കൺസെപ്ച്വലൈസ് ചെയ്തപ്പോൾ തന്നെ ഐമാക്സ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ചെയ്യണം. അപ്പൊ അതിന്റെ ആ ഓഡിറ്റോറിയത്തിന്റെയും ആ സ്ക്രീനിന്റെയും ഡയമെൻഷൻസ് വേറെയാണ്. അത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് എക്സ്പീരിയൻസ്. ഈ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസ് അതെ ഭയങ്കര ബ്രില്യൻ സ്ക്രീൻ ആണ്. അതെ. അപ്പൊ ഇനിയിപ്പോ ഒരു ഐമാക്സ് പ്ലാൻ നമ്മൾ ഫ്രം സ്ക്രാച്ച് ഐമാക്സിന് വേണ്ടി തന്നെ. അതെ 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 അതെ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ അതിന് നിങ്ങൾ ഉത്തരം പറയാതെ അത് ഞാൻ കളക്ഷനെ പറ്റിയല്ലോ ചോദിക്കുന്നത്. ഈ ഏറ്റവും ബേസിക് സാധനമാണ് 100 കോടി രൂപ തിയേറ്ററിൽ കളക്ഷൻ കിട്ടുന്നു. അതിന് ഈ പറഞ്ഞ 30-35 കോടി രൂപയാണ് പ്രൊഡ്യൂസർക്ക് വരുന്നത് നമുക്കറിയാം. ഒരു 100 കോടി രൂപയ്ക്ക് എടുക്കുന്ന സിനിമ അല്ലെങ്കിൽ ഒരു 180-200 കോടി രൂപയ്ക്ക് വരുന്ന സിനിമ ടെക്നിക്കലി ഇവിടെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആകുമ്പോഴും ഇതിന്റെ ഒരു പ്രോഫിറ്റ് സാധ്യത വളരെ വലുതല്ലേ? അത് റിക്കവർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിക്ക്, നമ്മുടെ മാർക്കറ്റിന് പോസിബിൾ ആണോ? അത്ര എളുപ്പമാണോ ശരിക്കും? വേൾഡ് മാർക്കറ്റിൽ നിന്ന് പോസിബിൾ ആയിരിക്കും. ഇപ്പൊ ഒരു 100-150 crores സിനിമ ആണെങ്കിൽ കേരളത്തിൽ നിന്ന് ആ ഒരു കളക്ഷൻ വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കേരള വിത്ത് ഔട്ട്സൈഡ് കേരള പ്ലസ് ഔട്ട്സൈഡ് ഇന്ത്യ ആ ഒരു കളക്ഷൻ എടുത്ത് വന്നാൽ ഒരു പക്ഷേ കോസ്റ്റ് കവർ ചെയ്ത് വരും. എന്നാലേ കോസ്റ്റ് കവർ ചെയ്ത് വരും. ഈ ഔട്ട്സൈഡ് ഇന്ത്യ നേരത്തെ സെയിം സംശയം, അത് ആളുകൾ സെല്ല് ചെയ്യുകയാണല്ലോ മറ്റൊരു ആയിട്ട്. അപ്പൊ അവിടുന്ന് പിന്നെ ഈ സിനിമ ഓൺ ദ ഗോ റണ്ണിൽ അവിടുന്ന് ഒരു ഷെയർ പിന്നെ പോസിബിൾ ആയിരുന്നു. അങ്ങനെയാണ് ചിലവര് അത് ടോട്ടൽ സെയിലായിട്ട് എടുക്കും, ചിലവർ മിനിമം ഗ്യാരണ്ടി ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട്. അങ്ങനത്തെ സ്ഥിതിയിൽ യു വിൽ ഗെറ്റ് ദ ഷെയർ ഓവർ ആൻഡ് അബൌട്ട് ദിസ് ഒരു ഓവർഫ്ലോ പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഈ നമ്മുടെ ഒരു കേരള ബോക്സ് ഓഫീസിന്റെ അല്ലെങ്കിൽ കേരള തിയേറ്റേഴ്സ്, കേരള പ്രൊഡ്യൂസേഴ്സ്, ഇവരുടെ ഒരു ജേർണിയിൽ ഇനിയുള്ള ഒരു ഈ വരുന്ന ഇയറിൽ പുതിയൊരു ഫൈനാൻഷ്യൽ ഇയർ ആണ്.
ഫെസ്റ്റിവൽ സീസണിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനിയുള്ള ജേർണിയിലെ മോസ്റ്റ് എക്സ്പെക്ടഡ് സിനിമകൾ, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമകൾ എന്തൊക്കെയായിരിക്കും ശരിക്കും? ഇപ്പോൾ ആസ് സച്ച് ഇപ്പോൾ ഇരിക്കുന്നതിൽ തുടരുമുണ്ട്. 25th. പിന്നെ മമ്മൂക്കയുടെ ഒരു സിനിമ വരുന്നുണ്ട്, അതിന്റെ പേരിട്ടിട്ടില്ല, വിനായകനായിട്ട്. അത് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം, കളങ്കാവൽ. അതാണ് കളങ്കാവൽ, മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷനിൽ. അത് അതിന് നല്ല ഒരു എൻക്വയറി ഉണ്ട്. പിന്നെ ഉള്ളത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല. ഫഹദിന്റെ ഒരു 2 ഫിലിം വരുന്നുണ്ട് ആക്ച്വലി. ഫഹദിന്റെ ഏത് ഫിലിമാണെങ്കിലും അതിന് ഭയങ്കര ഒരു റെസ്പോൺസാണ്. ഓടും കുതിര അൽത്താഫിന്റെ. പിന്നെ ഉള്ളത്, പിന്നെ എനിക്കൊന്ന് മെയ് 1 റെട്രോ വരുന്നില്ലേ, റെട്രോ മറ്റേ അതിന് നല്ലൊരു പ്രതികരണം ഉണ്ടാവും. പിന്നെ കൂലി വരാനുണ്ട്. അന്യഭാഷയിൽ അതൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് ടോക്സിക് വരാനുണ്ട്. യഷിന്റെ. കേരളത്തിൽ വലിയ ബഡ്ജറ്റിലെ സിനിമകളൊന്നും ആക്ച്വലി വലുതായിട്ട് വരാനില്ല. ഇനി എനിക്കൊന്ന് മഹേഷ് നാരായണൻ ഏറ്റവും വലുത് ഒരു വലിയ ബഡ്ജറ്റ് അതായിരിക്കും. പക്ഷെ അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഡിസംബർ ഒക്കെ ആവും, അല്ലെങ്കിൽ പ്രോബ്ലി നെക്സ്റ്റ് ഇയർ. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇത്ര സംസാരിച്ചു കുറെ മാത്തമാറ്റിക്സ്, തിയേറ്റർ റണ്ണിങ്ങിലെ പോസിബിലിറ്റീസ്, പ്രാക്ടിക്കാലിറ്റീസ്. അവസാനമായി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന പ്രശ്നങ്ങൾ, തിയേറ്റർ ഓണർ സൈഡിൽ നിന്നുള്ള സൊല്യൂഷൻ വേണ്ട കാര്യങ്ങൾ, ഇതിനെല്ലാം ഈ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഒരു ഉത്തരം ചിലപ്പോൾ ഒരു 1 month വരുന്നു പറയുന്നു. ഇത് ഇനിയുള്ളൊരു ജേർണിയിൽ ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു ഉത്തരം വന്നില്ലെങ്കിൽ ഇതിന്റെ റണ്ണിങ് ഈസി ആണോ, ഡിഫിക്കൽട്ട് ആണോ, റണ്ണിങ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പ്രോഫിറ്റ് കുറയും, ഞങ്ങളുടെ റിസ്ക് കൂടും. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഇളവ് കിട്ടാൻ സാധ്യത ഉള്ളത് ഇലക്ട്രിസിറ്റിയുടെ ഇതിൽ നിന്നാണ്. ബാക്കിയുള്ള ഞങ്ങളുടെ ഡിമാൻഡ്സ് എല്ലാം എന്താണ്, പ്രൊസീജിയറല്ല. അതായത് ഈ ലൈസൻസിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ, അതൊക്കെ ഗവൺമെന്റിന് ഈസി ആയിട്ട് നടപടി ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഒരു ബേർഡൻ അല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റിന് വരാൻ സാധ്യതയുള്ളത്. അതും വലുതായിട്ട് അവർക്ക് വരില്ല. ഞങ്ങൾക്ക് എന്ത് റിഡക്ഷൻ കിട്ടിയാലും ഞങ്ങൾക്ക് അത് വെൽക്കമാണ്. കാരണം ദാറ്റ് റെഡ്യൂസസ് അവർ ടോട്ടൽ ഓപ്പറേഷണൽ കോസ്റ്റ്. ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം നല്ല ഫിലിം വരാൻ. പക്ഷെ നല്ല ഫിലിമുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഇത് നല്ല ഒരു ബിസിനസ്സാണ്. ഈ വർഷം തന്നെ ഒരു ബെറ്റർ റണ്ണിങ് അല്ല, ഈ വർഷം ബെറ്റർ റണ്ണിങ് ഒന്നുമില്ല. കഴിഞ്ഞ കൊല്ലം വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം ആവുന്നേ ഉള്ളൂ. നല്ല സിനിമകൾ വന്നാൽ കഴിഞ്ഞ കൊല്ലം ജാനുവരി മുതൽ ഏപ്രിൽ വരെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു. ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആയിരുന്നു. നമ്മുടെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ടൈം ആയിരിക്കാം തീർച്ചയായിട്ടും. പെർട്ടിക്കുലർലി പോസ്റ്റ് കോവിഡ് ഒരു ഭയങ്കര, അതായത് ഒരേ സിനിമ വാസ് വൺ ബെറ്റർ ദാൻ ദി അതർ. അങ്ങനെ എല്ലാ ജോണറും ഉണ്ടായിരുന്നു. അത് വളരെ നല്ല പീരീഡ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു 3 മാസം വാസ് ഡ്രൈ. അതായത് റിലീസ് ചെയ്ത സിനിമകൾ ഒന്നും തന്നെ ക്ലിക്കായില്ല. ഈ ഒരു 200 പടമൊന്നും ഒരു ചിത്രങ്ങളൊന്നും ആക്ച്വലി കേരളത്തിന് ആവശ്യമില്ല. ഒരു 100 എണ്ണം 120 ആണെങ്കിലും കേരളം ഇസ് ഓക്കെ. പക്ഷെ നല്ല സിനിമകളായിരിക്കണം, ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന. അതെ. ഇത് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ പല സിനിമകളും പല ഫൈനൽ മിക്സ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് DA ചെയ്ത് വരുന്നു. പലപ്പോഴും പലരും പറയാണ്ട് പല തിയേറ്ററുകൾ ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മളെടുത്ത എഫേർട്ടിന്റെ ക്വാളിറ്റി ഓഡിയൻസ് കിട്ടുന്നില്ല എന്ന്. അത് സൗണ്ടിലായിരിക്കാം, വിഷ്വലിലായിരിക്കാം. സ്ക്രീനിന്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അതിന് ശരിക്കും സൊല്യൂഷൻ ഉണ്ടോ? പലപ്പോഴും ഇത് റിപ്പീറ്റഡ്ലി കേട്ടോണ്ടിരിക്കും. ഇപ്പോ ഈ കംപ്ലൈന്റ്സ് പറയുന്നത് ആ സിനിമ ഉണ്ടാക്കിയ ആൾക്കാരാണ്, അല്ലാണ്ട് ഓഡിയൻസിന് അത്രയ്ക്കും ഒരു നോളജ് ഉണ്ടാവില്ല. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ ഒരു സൈസിലുള്ള ഒരു മുറിക്കകത്തിരുന്നാണ് മിക്സിങ്ങും എല്ലാം അവർ കാണുന്നത്. എല്ലാം നടക്കുന്നത് ഒരു ചെറിയ മുറിക്കകത്താണ്. അവിടെ കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റിയും ആ ലൈറ്റും നിങ്ങൾക്ക് ആ വലിയ സ്ക്രീനിൽ കുറച്ച് ഒരു കുറവായിട്ട് തോന്നും. അങ്ങനെ വരാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു തിയേറ്ററിൽ അവരുടെ എക്യുപ്മെന്റ് വെക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും.
അങ്ങനെ ഇത് എന്നാൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലല്ലാണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻസും റെനോവേഷനും ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല. ഐ ക്യാൻ വൗച്ച് ഫോർ ഇറ്റ്, ഐ ക്യാൻ ഗോ ഓൺ റെക്കോർഡ്. ഏറ്റവും കൂടുതൽ സിംഗിൾ സ്ക്രീൻസ് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് പോയാൽ തന്നെ, തമിഴ്നാട് പോയാൽ തന്നെ സിംഗിൾ സ്ക്രീൻസ് ആണ് അവരെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ ഇപ്പോൾ സിംഗിൾ സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെസ് ദാൻ 10% ഉണ്ടാവുള്ളൂ ഓഫ് ദ ടോട്ടൽ 700 സ്ക്രീൻസ്. 10% ഉണ്ടാവുള്ളൂ. എല്ലാം കാരണം അങ്ങനെ ചെയ്താലേ ഒരു ഇതുള്ളൂ, പ്രോഫിറ്റബിലിറ്റി ഉള്ളൂ. ഗോയിങ് ഫോർവേഡ് അത് ചെയ്തില്ലെങ്കിൽ നഷ്ടത്തിലേ പോകും. മൾട്ടിപ്പിൾ സിനിമകൾ ഓടിക്കാം. പിന്നെ ചെറിയ ഓഡിയോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്പറേഷൻസ് കുറച്ചും കൂടി ഈസിയർ ആവും. ഇപ്പോൾ എയർ കണ്ടീഷനിങ് ഞങ്ങൾക്ക് ഇപ്പോൾ ആളില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ആ ഒരു ഓഡിയോ കട്ട് ചെയ്തിട്ട് ചെറിയ ഓഡിയോയിൽ കളിക്കാം. മനസ്സിലായി. അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം ഈ വലിയൊരു 1000 സീറ്ററൊക്കെ 10 പേരുണ്ടെങ്കിലും 15 പേരുണ്ടെങ്കിലും യു ഹാവ് ടു പുട്ട് ദാറ്റ് AC. കാരണം ആ ഫുൾ AC ഇടാണ്ട് ആ ഒരു ഏരിയ കൂളാവില്ല. അപ്പോൾ അത് കോസ്റ്റ് ഇസ് വെരി ഹൈ. അപ്പോൾ അത് യു ക്യാൻ കട്ട് ഡൗൺ. അങ്ങനെ ഒരു മാത്രമല്ല, ഇപ്പോൾ പ്രൊജക്ടർ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം എടുത്തു നോക്കിയാൽ തന്നെ ദേ ആർ ഓൾ കേറ്ററിങ് ടു മോർ ഓഫ് ഒരു 500 സീറ്റർ. അതായത് അതിനു വേണ്ടി ഒരു ഐഡിയൽ പാക്കേജ് ഒക്കെയാണ് ഉള്ളത്. ദ മോർ യു ഹാവ് സീറ്റ്സ്, ദ മോർ ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൊജക്ടർ ആൻഡ് സൗണ്ട്. അപ്പം അങ്ങനെയൊക്കെ കുറേ ഒരു ഇത് കിട്ടും നമുക്ക്, ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും. അതെ, ഈ പറഞ്ഞ പോലെ സിനിമകൾ, നല്ല സിനിമകൾ ഇനിയും വരട്ടെ. തീർച്ചയായിട്ടും മാർക്കറ്റ് ഹെവി ആവട്ടെ. അതെ, തിയേറ്റേഴ്സ് നിറയെ ആളുകൾ വരട്ടെ. താങ്ക് യു.